ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് ഭയങ്കര ഹീറ്റഡ് ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുറെ നേരമായിട്ട് പൊരിഞ്ഞ അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഫുഡ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ആര്യൻ അടങ്ങുന്ന കിച്ചൺ ടീം ഇപ്പൊ നൂറയോട് പറയുന്നത് ഫുഡ് കഴിച്ചോ എന്നാണ്. ആര്യനാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇതിനെതിരെ ശക്തമായിട്ട് തന്നെ നൂറയുടെ ആങ്ങളമാര് പ്രതികരിക്കുന്നുണ്ട്. ഷാനവാസ് ഉച്ചയ്ക്ക് അവര് പറഞ്ഞത് ഒരു കറിയേ ഉള്ളൂ, വന്ന് തിന്നാനാണ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞെങ്കിൽ ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഇതിൽ തന്നെ അക്ബറിന്റെ ഒരു കിളി അങ്ങ് പറന്നങ്ങ് പോയി കേട്ടോ. തലയുടെ ഒരു സൈഡിൽ നിന്ന് ഒരു കിളി അങ്ങ് പറന്നങ്ങ് പോയി. ഉടനെ അനീഷ്, ഞാനും ഷാനവാസും ജയിലിൽ കടന്നപ്പോ ബിഗ് ബോസ് പറഞ്ഞത് പ്രാഥമിക ആവശ്യങ്ങൾ നിഷേധിക്കരുത് എന്നാണ്. ആദ്യം ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ ഫുഡ് കൊടുക്കില്ല എന്ന് പറയുന്നു, പിന്നെ കൊടുക്കാമെന്ന് പറയുന്നു. എന്താണിത്? ഡ്രാമ കളിക്കുവാണോ ഇവര്? എന്റെ കയ്യിൽ പേരക്കയും ഉണ്ട്, അത്യാവശ്യം സ്വീറ്റ്സും ഉണ്ട്. അതുകൊണ്ട് എനിക്കും നിങ്ങളുടെ ഭക്ഷണം വേണ്ട. ഇവരെ ഞാൻ ഒറ്റപ്പെടുത്തില്ല, ഈ ഒരു വിഷയത്തിൽ ഇവരുടെ ഒപ്പം ഞാൻ ഉണ്ട് എന്ന് അനീഷ് പറയുന്നുണ്ട്. അനീഷ് ഇത് പറഞ്ഞതും അക്ബറിന്റെ രണ്ടാമത്തെ കിളി അങ്ങോട്ട് പോയി. കൂട്ടത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന വലിയ അക്ബറാണ് കേട്ടോ. നമ്മുടെ മാരാരിയൊക്കെ പോലെ അക്ബർ ഇരിക്കുന്നിടത്താണ് കൂട്ടം ഉണ്ടാവുന്നത്. ഇതിപ്പോ തിരിച്ചങ്ങ് പാലും വെള്ളത്തിൽ കിട്ടി പണി. പിന്നെ നൂറ് പറയുന്നുണ്ട്, എത്ര ദിവസം ഇവിടെ ഫ്ലോർ ക്ലീനിങ് ടീം ഡ്യൂട്ടി ചെയ്യാതെ ഇരുന്നിട്ടുണ്ട്, അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് ഇപ്പോ. ഇതുവരെ എത്ര ടീമിൽ ഡ്യൂട്ടി കറക്റ്റായിട്ട് നടക്കാതിരുന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇവിടെ ഫുഡ് നിഷേധിച്ചിരിക്കുന്നത്. ഉടനെ ആദില 80 ദിവസം കഴിയുമ്പോഴാണ് ചിലർക്ക് ഉള്ളിലിരിപ്പ് മനസ്സിലാവുന്നത്. ആദിലയും നൂറയും ഇത് പറഞ്ഞതും അക്ബറിന്റെ ഗ്യാസ് മൊത്തത്തിൽ അങ്ങോട്ട് പോയി. അക്ബർ ഇരിക്കുന്നിടത്താണ് കൂട്ടം ഉണ്ടാവുന്നത്. പ്ലിങ് ആയിപ്പോയി കേട്ടോ ആകെ മൊത്തത്തില്. പിന്നെ അക്ബർ 23 ചപ്പാത്തിയുടെ കഥയും കണക്കും ഒന്നും പറയുന്നതായിട്ട് കേട്ടില്ല. ആര്യനാണ് അക്ബറിന് വേണ്ടി വാദിച്ചത് കേട്ടോ. നെവിൻ മിണ്ടാതെ ഒരു മൂലയിൽ ഇരിക്കുകയാണ്. ആര്യൻ പറയുന്നത് ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയൊരു കാര്യമാണെന്നാണ്. ഭക്ഷണമൊക്കെ അങ്ങ് ആ ഒരു ഫ്ലോയിൽ അങ്ങ് നിഷേധിക്കുകയല്ലേ എന്ന് വെച്ചാൽ വെറുതെ ചിരിപ്പിക്കാനായിട്ട് ആര്യം കുറെ എന്തൊക്കെയൊക്കെയോ പുലമ്പുന്നുണ്ട് കേട്ടോ. ഇത് ഒരു ഗ്രൂപ്പായിട്ട് എടുത്ത തീരുമാനം തന്നെയായിരുന്നു. അതും നെവിന്റെ ഐഡിയ ആയിരുന്നു. ആര്യൻ ഇതിനകത്ത് മറ്റേ ഡെവിൽസ് അഡ്വക്കേറ്റ് കളിച്ച് സീനിലേക്ക് വരുന്നതായിരുന്നു. അത് മറ്റേ പച്ച മണ്ടത്തരമാണ് ആര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ കാര്യവും. അക്ബറിനോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് അക്ബറിനെ രക്ഷിക്കാനായിട്ട് ആര്യൻ രംഗത്തെത്തിയതാണ്. പക്ഷെ പാവം മറ്റേ ലൂപ്പിൽ വിട്ട് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. അയ്യോ നൂറയ്ക്ക് ഗ്യാസ് കയറി, നൂറ ICUവിൽ പെട്ടുപോയേ, അങ്ങനെ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ആര്യന് വട്ടായെന്നാണ് തോന്നുന്നത്. ആദ്യം ഭക്ഷണം കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് എന്തുകൊണ്ട് ഇവര് ഭക്ഷണം കഴിക്കുമെന്ന് പറയുന്നു. ഇതിന് പിന്നിലെ ലോജിക്കാണ്. ഇവരെ പോലെ തന്നെ നൂറ, ആദില, ഷാനവാസ്, അനീഷ്, ഇവരെ പോലെ എനിക്കും മനസ്സിലാവാത്തത് ഈ ഒരു കാര്യമാണ്. ആദ്യം കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവര് കൊടുക്കാമെന്ന് പറയുന്നു. ഇവര് കളിച്ചൊരു ഡ്രാമയാണോ ഇത്? അനീഷ് ചോദിച്ച പോലെ ഇവര് കളിച്ചൊരു ഡ്രാമയാണോ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതിനകത്ത് നൂറ ഒരു ഗെയിം കളിച്ചതുപോലെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. നൂറ ഡ്യൂട്ടി ചെയ്യില്ല എന്ന് പറഞ്ഞൊരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിന്നു. ഞാൻ ഇന്ന് ഡ്യൂട്ടി ചെയ്യില്ല, നാളെ ചെയ്യാം എന്നാണ് നൂറ പറയുന്നത്. അപ്പൊ അത് വളരെ ശക്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. ആ ഒരു സ്റ്റാൻഡ്, അത്രയും ശക്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാനായിട്ട് ക്യാപ്റ്റൻസ് ആയിട്ടുള്ള ഈ 3 പേർക്കും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ സമ്മർദ്ദത്തിൽ വീണ് ഫുഡ് കൊടുക്കാം എന്ന് പിന്നീട് പറയുന്നു. ആദ്യം ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ ഫുഡ് കൊടുക്കില്ല എന്ന് പറയുന്നു. പിന്നെ സമ്മർദ്ദത്തിൽ വീണ് ഫുഡ് എടുത്തു പോയി കഴിച്ചോളൂ എന്ന് പറയുന്നു. ആര്യം പിന്നെ സെൽഫ് റെസ്പെക്ട് എന്നോ പിന്നെ അധികാരമെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒന്നാമത് മലയാളം അറിയത്തില്ല നീരജ്, അതുകൊണ്ട് എന്തൊക്കെയോ പറയുകയാണ്. അധികാരവും സെൽഫ് റെസ്പെക്റ്റും ഒരു കാര്യമാണെന്നാണ് ഓർത്തുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ ഇതൊക്കെയാണ് ലൈവിനകത്ത്. ലൈവിൽ ഇപ്പോഴും പൊരിഞ്ഞ അടിയായിരുന്നു. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് വരെ പൊരിഞ്ഞ അടിയായിരുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.